ഹലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്ന കൊഞ്ച് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്, എൻ്റെ വീട്ടിൽ കൊഞ്ച് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടുന്നത് ഒരു വലിയ ഉള്ളി, ഒരു 10-15 ചെറിയ ഉള്ളി, 2 തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും. അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊഞ്ചിനകത്ത് ഇച്ചിരി ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടിയും കുരുമുളകും ഇട്ടിട്ട് ഇളക്കി വെക്കും, മാറ്റി വെക്കും. ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വറുത്ത് കഴിഞ്ഞിട്ടാണ് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. മുളക് പൊടി കുറച്ചിട്ടാൽ മതിയേ, കാരണം നമ്മൾ പിന്നെ കറിക്കകത്ത് ഉള്ളി വഴറ്റാൻ നേരവും മുളക് പൊടിയും കുരുമുളകും ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ചിട്ടാൽ മതി. ഇനി നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുകും കരിവേപ്പിലയും പൊട്ടിക്കും. കടുക് ഇട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച ഞാൻ കൊഞ്ച് വറക്കാൻ മറന്നുപോയി. സാധാരണ ഞാൻ ചെയ്യുമ്പം ഈ ചട്ടിയിൽ തന്നെ കൊഞ്ച് വറക്കാറായിരുന്നു ചെയ്യുന്നത്. നമ്മൾ വേറെ പാത്രം എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇനി വറുത്ത് ഇതിനകത്ത് ഇടണ്ടല്ലോ. അപ്പോൾ ഞാൻ മറന്നു പോയി. ലാസ്റ്റ് ഞാൻ വറക്കണം. കടുകും കരിവേപ്പില എല്ലാം പൊട്ടി കഴിയുമ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഇടണം. സാധാരണ ബ്രൗൺ ആണ് ആവേണ്ടത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ബ്രൗൺ ആക്കിയില്ല, ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് അവിടെ നിന്ന് എത്രയും ആക്കി. ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അതൊക്കെ വെച്ച് ഇച്ചിരി ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടാം. തക്കാളി നല്ലപോലെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ഉടയണം, നല്ല ഇങ്ങനെ മഷി പോലെ ആവണം. അതായി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പൊടികൾ ഇടാം. കണ്ടില്ല, തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത് 1.5 സ്പൂൺ മുളക് പൊടി. കൊഞ്ചിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതിനകത്ത് ഇട്ടാൽ മതി. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഇടാം. വെള്ളം കൂടെ ഇട്ടിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക.
ഇനി നമുക്ക് കൊഞ്ച് വറുക്കാം കേട്ടോ. കൊഞ്ച് വറക്കാതെ തന്നെ വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷെ കൊഞ്ച് വറുത്തിട്ടാണ് ഇടുന്നത്. കൊഞ്ച് ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട. ജസ്റ്റ് ഇച്ചിരി ഒന്ന് ഒരു കളർ, ഇച്ചിരി ഒരു ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് മാറ്റാം. പാത്രങ്ങൾ എടുക്കുന്നത് അതിൻ്റെ ഇത്രയും സൗണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ നമുക്ക് ഇടാം. ഇനി പിന്നെ ഈ വറുത്ത കൊഞ്ച് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചേക്കുന്ന കറിക്കകത്ത് ഇടുക. കുറച്ചും കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ഇടണം. കാരണം എൻ്റെ കറിക്കകത്ത് ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു. കൊഞ്ചിനകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഉപ്പ് ഇടണം. മസാല കൂടെ ഇടുക. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമുള്ള റോസ്റ്റൊക്കെ എന്നുവെച്ചാൽ അധികം സാധനങ്ങളും വേണ്ട, പെട്ടെന്നുണ്ടാകാം.
ഇത്രയേ ഉള്ളൂ കൊഞ്ച് റോസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.